രാത്രി ഈ പരിശുദ്ധ കുർബാനയില് ഈ രാത്രി ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഈശോയുടെ ദൈവത്തിന്റെ വചനമെന്ന് പിറക്കുന്നതിനായിട്ട് ഉഴുതു മറിക്കണം. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം നിന്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു ദൂരെ കളയുവാനായിട്ട് സാധിക്കണം. ഒരു ബന്ധങ്ങളും ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധങ്ങളും നിന്റെ ജീവിതത്തിൽ പാടില്ല. നിന്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് ഈ ലോകത്തിൻ്റെതായ ഏതെങ്കിലും തിന്മകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ നീ കൂട്ടിച്ചേർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള ദൈവമക്കളെ, അതെല്ലാം പറിച്ച് ദൂരെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ പരിശുദ്ധ അമ്മയിലേക്ക് വന്ന അഭിഷേകം ഈ രാത്രി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളില്, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളില് വന്നു നിറയുള്ളൂ. വില കൊടുക്കാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. ഭവിക്കുന്ന കന്നുകാലി തൊഴുത്തിന് ഈശോ എന്ന് പറഞ്ഞപ്പോൾ അത് അപ്പത്തിന്റെ ഭവനമായിട്ട് മാറുക. അപ്പത്തിന്റെ ഭവനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃപയുടെ ഭവനം, അഭിഷേകത്തിന്റെ ഭവനം. അന്ന് വരെ ഒരു മനുഷ്യനും കടന്നു ചെല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന പശുത്തൊഴുത്ത് ഉണ്ണീശോ പറഞ്ഞപ്പോൾ അത് അപ്പത്തിന്റെ ഭവനമായി, കൃപയുടെ ഭവനമായി, പരിശുദ്ധ കുർബാനയുടെ ഭവനമായി. ആയിരങ്ങളും പതിനായിരങ്ങളും ആ പുൽക്കൂട്ടിലേക്ക് കടന്നു ചെന്നു. ഇന്ന് സൃഷ്ടപ്രപഞ്ചം മുഴുവൻ പുൽക്കൂട്ടിലേക്ക് പിറക്കുന്ന ഉണ്ണീശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിന് കാലിത്തൊഴുത്തിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധം പോലെ പലതരത്തിലുള്ള ദുർഗന്ധങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വഹിക്കുന്നുണ്ട്. ഈ രാത്രി ഈശോ നമ്മോട് ഓരോരുത്തരും ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ. ഈ പരിശുദ്ധ കുർബാനയുടെ ഈ രാത്രി അഭിഷിക്തന്റെ കാര്യങ്ങളിൽ നിനക്ക് വേണ്ടി ഞാൻ പിറക്കുമ്പോൾ, നിനക്ക് വേണ്ടി ഞാൻ മുറിയപ്പെടുമ്പോൾ, നിന്റെ ഹൃദയത്തിലേക്ക്, ആ ഹൃദയത്തിൽ എനിക്ക് കടന്നു വരുവാൻ പാടില്ലാത്ത പല മേഖലകളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ചിന്തിച്ചേ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോയ്ക്ക് കടന്നു വരുവാൻ കഴിയാത്ത പലതരത്തിലുള്ള കുറവുകളുണ്ട്, പല കണ്ണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ജീവിത പങ്കാളിയെ പല കാര്യങ്ങളും നമ്മൾ മറച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളോട് നമ്മൾ പല കണ്ണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളും മാതാപിതാക്കളോട് പല കാര്യങ്ങളും മറച്ചു വെക്കുകയും പല കള്ളത്തരങ്ങളും കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും ഉണ്ണീശോയ്ക്ക് വന്ന് പിറക്കുവാനായിട്ട് സാധിക്കും. ഈശോ വന്ന് പിറന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, കൃപയ്ക്ക് മേൽ കൃപ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയും. ഉണ്ണീശോ നമ്മുടെ ജീവിതത്തിൽ വന്ന് പിറന്നിട്ടുണ്ടെങ്കിൽ അഭിഷേകത്തിന്റെ മേൽ അഭിഷേകം നമ്മുടെ ഭവനത്തിൽ വന്ന് നിറയും. അതാണ് പിതാവും കന്യകാമറിയവും ജീവിച്ച ആ ഭവനം തിരുക്കുടുംബമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ വചനം അവരുടെ ഹൃദയത്തിൽ 100 മേനി ഫലം പുറപ്പെടുവിച്ചതാണ്. ഈ രാത്രി നമ്മൾ ഈ പരിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മൾ ആരാധനയിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ മാംസം ധരിക്കും. അങ്ങയുടെ